എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് 3-ാം ക്ലാസ്സിലെ 1-ാം യൂണിറ്റായ കനകച്ചിലങ്ക എന്നതിലെ മറ്റൊരു ഭാഗമായ കഥ കഥ കസ്തൂരി എന്നാണ് ഈ ഭാഗത്തിൻ്റെ പേര്. ഇതിൽ ആനയും അണ്ണാറക്കണ്ണനും എന്ന കഥയാണ് പഠിക്കാനുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആനയും അണ്ണാറക്കണ്ണനും. ആനയും അണ്ണനും ഓരോരോ പ്ലാവ് നട്ടു. ആന എന്നും നനച്ചു കൊടുത്തു. ആനയുടെ പ്ലാവ് വലുതായി വലുതായി വന്നു. അണ്ണാൻ്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞും പോയി. ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്കയുണ്ടായി. അത് കണ്ട് അണ്ണാന് കൊതി മൂർത്തു. ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങിപ്പോരേം ചെയ്തു. ഒരു ചക്ക കാണാനില്ലല്ലോ. അണ്ണാനോടൊന്നു ചോദിക്കുക തന്നെ ആന വിചാരിച്ചു. നീ എൻ്റെ ചക്ക തിന്നൂല്ലോ? ചിൽ ചിൽ ചിൽ, ഞാനൊരു ചക്ക തിന്നൂല്ലോ, അണ്ണാൻ പറഞ്ഞു. ആനയ്ക്ക് ദേഷ്യം വന്നു. അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. അണ്ണാൻ ചെന്നു വീണതോ ഒരു എണ്ണക്കുടത്തിൽ. അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. അണ്ണാൻ ചെന്ന് വീണതോ ഒരു വാഗപാത്രത്തിലും. അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വാകയും തേച്ചു ചിൽ ചിൽ ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. അണ്ണാൻ ചെന്ന് വീണതോ ഒരു താളിപാത്രത്തിലും. അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വാകയും തേച്ചു ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു ചിൽ ചിൽ ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. അണ്ണാൻ ചെന്ന് വീണതോ ഒരു കുളത്തിലും. അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വാകയും തേച്ചു ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു ചിൽ ചിൽ ചിൽ, കുളിക്കുകയും ചെയ്തു ചിൽ ചിൽ ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. അണ്ണാൻ ചെന്ന് വീണതോ ആനയുടെ പ്ലാക്കൊമ്പിലും. അവിടിരുന്ന് വാലാട്ടി താളം പിടിച്ച് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വാകയും തേച്ചു ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു ചിൽ ചിൽ ചിൽ, കുളിക്കുകയും ചെയ്തു ചിൽ ചിൽ ചിൽ. പ്ലാവിൻ കൊമ്പിലെത്തി ചിൽ ചിൽ ചിൽ. ഇനിയിപ്പോൾ ഈ അണ്ണാനെ എന്താ ചെയ്യുക? ഇനി ഇതിലെ ചോദ്യങ്ങൾ നോക്കാം. 1-ാമത്തെ ചോദ്യം, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ടീച്ചർ പറഞ്ഞു കേൾപ്പിച്ച മറ്റു നാടോടി കഥകളോ? എന്തുകൊണ്ട്? ആനയും അണ്ണാറക്കണ്ണനും എന്ന കഥ എനിക്ക് ഇഷ്ടമായി. കാരണം താളത്തിൽ ഒഴുക്കോടെ വായിച്ചു പോകാൻ കഴിയുന്ന കഥയാണിത്. മൃഗങ്ങൾ കഥാപാത്രങ്ങളായി വരുന്ന ഈ കഥ വായിക്കുമ്പോൾ അതിലെ സംഭവങ്ങൾ നേരിട്ട് കാണുന്നത് പോലെ തോന്നും. കഥയിൽ ആവർത്തിച്ചു വരുന്ന വരികൾ കഥയ്ക്ക് പ്രത്യേക ഭംഗി നൽകുന്നു. വർത്തമാനം പറയുന്നത് പോലെ രസകരമായി വായിച്ചു പോകാൻ കഴിയുന്ന കഥയാണിത്. നിങ്ങളുടെ മലയാളം ടീച്ചർ നിങ്ങൾക്ക് മറ്റു നാടോടി കഥകളും പറഞ്ഞു തരും. അത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്ന് പറയുക. കാരണം എന്തുകൊണ്ട് എന്ന് പറയുകയും ചെയ്യുക. ചോദ്യം 2, ഇത്തരം കഥകളിൽ നിങ്ങളെ രസിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് എഴുതാം. 1, താളത്തിലുള്ള വരികൾ. 2, കഥാപാത്രങ്ങളായി മൃഗങ്ങൾ. 3, ആവർത്തിച്ചു വരുന്ന വരികൾ. 4, കഥ വായിക്കുമ്പോൾ സംഭവങ്ങൾ നേരിട്ട് കാണുന്നത് പോലെ തോന്നും. ചോദ്യം 3, നിങ്ങളുടെ നാട്ടിലും ഇത്തരം നാടോടി കഥകളുണ്ടല്ലോ. നാട്ടിലെ മുതിർന്നവർക്ക് ഈ കഥകൾ അറിയാം. അവരെ ടീച്ചർ സ്കൂളിലേക്ക് വിളിക്കും. അവർ പറയുന്ന കഥകൾ കേൾക്കൂ. കേട്ട കഥകൾ വീട്ടിലുള്ളവരെയും കൂട്ടുകാരെയും പറഞ്ഞു കേൾപ്പിക്കാൻ മറക്കരുത്. ചോദ്യം 4, കൂടുതൽ കഥാപുസ്തകങ്ങൾ വായിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥ റോൾ പ്ലേ ആയി അവതരിപ്പിക്കൂ. ചോദ്യം 5, നിങ്ങൾ കേട്ടതോ വായിച്ചതോ ആയ കഥ പാവനാടകമായി അവതരിപ്പിക്കൂ. ടീച്ചറുടെ സഹായത്തോടെ പാവകൾ നിർമ്മിക്കാം. മക്കളെ, ഇതോടുകൂടി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാനിച്ചു. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം. നന്ദി.